ഹായ്, ഇറ്റ്സ് മീ നിയാസ്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ചാനലിൽ പുതിയൊരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ. സെഗ്മെന്റ് എന്താണെന്ന് വെച്ചാൽ 1000 ഡേയ്സ് 1000 ചാലഞ്ചസ്. ഓരോ ദിവസവും നമ്മൾ ഓരോ ചാലഞ്ചസ് ചെയ്യും. ചാലഞ്ചസ് എന്താണെന്ന് വെച്ചാൽ ഓരോ സ്കില്ലുകളാണ്. നമ്മൾ ഓരോ സ്കില്ലുകൾ പഠിച്ച് ആ സ്കില്ല് നമ്മളിവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കും ഒപ്പം കൂടാം, നിങ്ങൾക്കും ഈ സ്കില്ല് പഠിക്കാം. അതായത് ഞാൻ ഈ സ്കില്ല് ഓരോ സ്കില്ലും പഠിച്ചെടുത്തതിന് ശേഷമാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ നമ്മളെ കൂടെ കൂടുകയാണെങ്കിൽ നിങ്ങൾക്കും ആ സ്കില്ല് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല നമ്മളത് എങ്ങനെ പഠിച്ചെടുത്തു എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയലും ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് ഒരു ദിവസം ഒരു ചലഞ്ച്, അടുത്ത ദിവസം അടുത്ത ചലഞ്ച്, അങ്ങനെ ഓരോ ചലഞ്ചുകളായിട്ട് ഓരോ ദിവസം ചെയ്ത് 1000 ചലഞ്ചുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ കൂടുതൽ പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, ഫസ്റ്റ് ചലഞ്ചിലേക്ക് പോവാം. 1 ഔട്ട് ഓഫ് 1000 ഏതാണെന്നല്ലേ? നമ്മളെ ഫസ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് ബോട്ടിൽ ഫ്ലിപ്പ് ആണ് കേട്ടോ. നമ്മളെപ്പോഴും ചെറുതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ വലിയ ചലഞ്ചിലേക്ക് പോകുന്നുണ്ട്. ഫിസിക്കൽ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഇതുപോലത്തെ സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ചലഞ്ചസും അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താണ് നോക്കാൻ പോകുന്നത് ഫ്ലിപ്പാണ്, അതായത് ബോട്ടിൽ ഫ്ലിപ്പാണ്. ഇത് പല ആളുകൾക്കും അറിയായിരിക്കും, പക്ഷെ ഞാൻ ഇത് പഠിച്ചെടുത്താണ് കേട്ടോ. എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ട്രൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുത്താണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം ഫസ്റ്റ്. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് ഓരോ ദിവസം വലിയ ചലഞ്ചിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർ കൂടെ കൂടിക്കും. എന്തായാലും ഞാൻ ഫസ്റ്റ് ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. അപ്പൊ എത്രത്തോളം ശരിയാവുന്നൊന്നും അറിയില്ല, എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, കമോൺ. അപ്പൊ ഓക്കെ, നമുക്ക് ചലഞ്ചിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം കാണുന്ന വളരെ ഈസി ആണെന്നുണ്ടെങ്കിലും കുറച്ച് ബുദ്ധിമുട്ട് തന്നെ കേട്ടോ. പഠിച്ചെടുക്കുക, ഓരോ സ്കില്ലും നമ്മൾ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസ് തന്നെയാണ്. ഞാൻ എന്തായാലും ഇപ്പം ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. നിങ്ങൾ എന്തായാലും ഇത് കണ്ടിട്ട് പറയാം. ഓക്കെ, റെഡി? യെസ്, ഇതാ ഇത്രേ ഉള്ളൂ സംഭവം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ പ്രാക്ടീസ് വേണം. ഇതാ ഒന്നുകൂടെ കാണിച്ചു തരാം. റെഡി, 1 2 3. യെസ്, ഇത്രയേ ഉള്ളൂ സംഭവം. ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും, പക്ഷെ പ്രാക്ടീസ് ചെയ്യണം, സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ഏതൊരു സ്കില്ലും പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും. പക്ഷെ പഠിക്കുന്ന സമയത്തോ പഠിക്കുന്നതിന്റെ മുമ്പോ നമുക്ക് കാണുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് തോന്നുമെങ്കിലും ചെയ്ത് നോക്കുമ്പോഴാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവുക. പക്ഷെ ഇതിലുള്ള ട്യൂട്ടോറിയൽ ഇത് എങ്ങനെ പഠിക്കേണ്ടതെന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, നമ്മൾ വെള്ളം എടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് വെള്ളം എടുക്കുക. ഏകദേശം ഒരു 15% കൂടുതൽ വെള്ളം ആവാൻ പാടില്ല. കൂടുതൽ വെള്ളം ആയി കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഇട്ട് ആടി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് നിൽക്കില്ല. അതുപോലെ തന്നെ വെള്ളം കുറവാണെങ്കിലും ഇത് കറക്റ്റ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വെള്ളം എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു 15%, ബോട്ടിലിന് ഒരു 15% മാത്രം വെള്ളം എടുക്കുക. എന്നിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കും. പിന്നെ അത് മാത്രമല്ല, ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ചുളുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ബോട്ടിൽ മാറ്റേണ്ടി വരും. അപ്പൊ അത് സ്റ്റഡി ആയിട്ട് നിൽക്കണം എന്നില്ല. അതുകൊണ്ട് ബോട്ടിൽ മാറ്റേണ്ടി വരും. അങ്ങനെ ബുദ്ധിമുട്ട് കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ ഫസ്റ്റ് ചാലഞ്ച് ഇതോടെ തീർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാനിത് പഠിച്ചെടുത്ത സ്കില്ലാണ്. സംഭവം പറയുമ്പോൾ വളരെ ഈസി ആണെങ്കിലും ചെയ്ത് നോക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങൾ പലരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഓരോ സ്കില്ലും നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വേണം പഠിച്ചെടുക്കാനായിട്ട്. അപ്പൊ നമ്മളെ ഫസ്റ്റ് സ്കില്ല് ഇതോടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്ത സ്കില്ലുമായിട്ട് അടുത്ത ചാലഞ്ചുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചാലഞ്ച് ചെയ്യാനായിട്ട്, ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യണം, ചെയ്ത് കാണിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ച് എന്നെ ചെയ്യാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഞാൻ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. അപ്പൊ മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.